കോൺഗ്രസിന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഒളിയമ്പ്. മുസ്ലിം ലീഗിന്റെ വോട്ടിലെ കുറവ് കൊണ്ട് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. ലീഗിന്റെ കരുത്ത് കോൺഗ്രസിനും ഉണ്ടാകണമെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ്. യൂത്ത് ലീഗിന്റെ നമ്മുടെ കുറവുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും ഇന്നേ വരെ കേരളത്തിൽ തോറ്റ ചരിത്രം ഇല്ല. നമ്മളെ പണിയെടുക്കാറുണ്ട്. മുന്നണിയും കൂടി ഒരുങ്ങിയാൽ മതി. അതാവശ്യമാണ്. ആ ഒരു വികാരം നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. നമ്മളെ കുറവുകൊണ്ട് തോൽക്കൂല. വടകരയൊക്കെ ഉദാഹരണമാണ്. മുരളി വന്നാലും ഷാഫി വന്നാലും നമുക്കൊരുപോലെയാണ്. ജയിപ്പിച്ച് തകർപ്പൻ ജയവുമായി തിരിച്ചയക്കാൻ നമുക്ക്. രാഹുൽ ഗാന്ധി വന്നാലും പ്രിയങ്ക ഗാന്ധി വന്നാലും നമുക്കൊരുപോലെയാണ്. ആവേശപൂർവ്വം ജയിപ്പിക്കാൻ നമുക്കറിയാം. അതേ കരുത്ത് UDF ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, കൃത്യമായ വിമർശനം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ലീഗ് തങ്ങളുടെ പണിയെടുക്കാറുണ്ട്, അതിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസ് അവരുടെ പണിയെടുക്കുന്നില്ല എന്ന കൃത്യമായ വിമർശനം കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വയ്ക്കുന്നു. ഇനി മുന്നോട്ട് വരാനിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ ഇലക്ഷനും ഒക്കെയാണ്. അതിനുള്ളിലാണ് ഇത്തരത്തിലൊരു വിമർശനം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി. തീർച്ചയായും മിൻഷ, അത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം പാലക്കാടും വടകരയിലും അടക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ലീഗാണ് കരുത്തരായി നിന്നുകൊണ്ട് UDF വിജയിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പാലക്കാട് നടക്കുന്ന യൂത്ത് ലീഗിന്റെ നേതൃ ക്യാമ്പിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ മുന്നണി മാത്രം, അതായത് ലീഗ് മാത്രം ഒരുങ്ങിയാൽ പോരാ, മുന്നണിയും ഒന്നാകെ സജീവമായി ഒരുങ്ങിയാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന കാര്യവും യൂത്ത് ലീഗ് പ്രവർത്തകരോട് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വീഴ്ചകളെ സംബന്ധിച്ചും രൂക്ഷമായ വിമർശനം കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മാത്രം ഒരുങ്ങുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ, അല്ലാതെ മുൻകൂട്ടി തെരഞ്ഞെടുപ്പിന് തയ്യാറാവുന്ന ഒരു രീതി കോൺഗ്രസിനില്ല എന്ന കാര്യവും കുഞ്ഞാലിക്കുട്ടി രൂക്ഷമായ ഭാഷയിൽ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ അടക്കം നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഒളിയമ്പ് കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കയിൽ ആഴ്ത്തുകയും ചെയ്യും. വിനിഷ. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.